ആലപ്പുഴ ഹരിപ്പാട്ട് ഡിവൈഎഫ്ഐയുടെ ലോകകപ്പ് ഫുട്ബോൾ വിളംബര ജാഥ തടഞ്ഞു പോലീസ്. മുൻകൂട്ടി അനുമതി വാങ്ങിയില്ലെന്ന് പറഞ്ഞാണ് ഡിവൈഎഫ്ഐ ജാഥയ്ക്ക് കുറുകെ ജീപ്പ് വട്ടം വെച്ച് പോലീസ് തടഞ്ഞത്. തുടർന്ന് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റും ഹരിപ്പാട് എസ്ഐയും നടുറോഡിൽ കൊമ്പുകൊടുത്തു. ഈ രീതി തുടർന്നാൽ രമേശ് ചെന്നിത്തലയെ വഴിയിൽ തടയുമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് സുരേഷ് പറഞ്ഞു. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് സാറാണ് പ്രശ്നം കേട്ടോ. മറ്റൊരു പോലീസുകാർക്ക് പ്രശ്നമില്ല. മറ്റൊരു പോലീസുകാർക്ക് പ്രശ്നമില്ല. സാറിനാണ് പ്രശ്നം. സാറിനാണ് പ്രശ്നം കേട്ടോ. മനീഷ് മഹിമാലുണ്ട്. മനീഷ് മഹിമാൽ, ഏതാണ് ഈ ഫുട്ബോൾ വിരുദ്ധനായ എസ് ഐ? അരുൺകുമാർ, ഡിവൈഎഫ്ഐ വിളംബര ജാഥ ഓരോ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്നുണ്ട്. ഈ ലോകകപ്പിന്റെ ഭാഗമായി വിളംബര ജാഥ പോലെ വിവിധങ്ങളായ പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. വൈകിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ ഹരിപ്പാട് വൈകിട്ട് 5 മണിക്കാണ് ഈ സംഭവം ഉണ്ടായത്. ഡിവൈഎഫ്ഐ നേതാവ് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എ സുരേഷ് പറയുന്നത് ഇത് കായംകുളം ഡിവൈഎഫ്ഐ നേരത്തെ തന്നെ അറിയിപ്പ് കൊടുത്തിരുന്നു. സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിൽ ജാഥ നടത്തുമ്പോൾ അനുമതി സ്വാഭാവിക സാധാരണ രീതിയിൽ വാങ്ങാറില്ല, പക്ഷേ അറിയിപ്പ് കൊടുക്കാറുണ്ട്. അങ്ങനെ സാധാരണ ഒരു ജാഥ നടത്തുകയായിരുന്നു. ആ ജാഥ ഹരിപ്പാട് ടൗൺ ഹാൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ജാഥ താലൂക്ക് ഹോസ്പിറ്റൽ ജംഗ്ഷൻ എത്തിയപ്പോഴാണ് ഹരിപ്പാട് എസ് ഐ ബാബുജി അവിടേക്ക് സിവിൽ ഡ്രസ്സിൽ ജീപ്പുമായി സിനിമാ സ്റ്റൈലിൽ എത്തുകയായിരുന്നു. സിനിമാ സ്റ്റൈലിലെത്തിയ ഈ ബാബുജി നേരെ ജീപ്പ് വട്ടം വെച്ച് ദേശീയപാതയിൽ വട്ടം വെച്ച് ഡിവൈഎഫ്ഐ ജാഥയ്ക്ക് കുറുകെ ഇടുകയായിരുന്നു. ശേഷം ഇറങ്ങി വന്ന് അനുമതിയില്ലാത്ത ജാഥ ഇവിടെ നിർത്തണമെന്ന് പറയുകയായിരുന്നു. അങ്ങനെയാണ് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷും ഈ ബാബുജിയും തമ്മിൽ വലിയ തർക്കമുണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള ജാഥകൾ സാധാരണ ഇത് നടക്കാറുണ്ട്. സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കേണ്ട പോലീസ് ഇത് എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്? പുള്ളി പറയുന്നത് എന്താണ്? മുൻകൂർ അനുമതി എടുത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ഇതോടെ അവസാനിപ്പിക്കണം എന്നല്ലേ? മുൻകൂർ അനുമതി വാങ്ങിച്ചതിന് ശേഷം മാത്രമേ ഇത് നടത്താൻ പാടുള്ളൂ, ഇത് ജാഥ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് കുറച്ചു കാലമായിട്ട് സ്റ്റേഷനിലുള്ള കക്ഷിയാണോ, ഇപ്പോൾ ട്രാൻസ്ഫർ ആയി വന്നതാണോ? അദ്ദേഹം ഈ അടുത്ത സമയത്ത് വന്നതാണ്. കഴിഞ്ഞ ദിവസം CPIM അവിടെ നടത്തിയ ഒരു പ്രതിഷേധ ധർണയായി ബന്ധപ്പെട്ടും അവിടെ